Hi friends, shall we go to see the big Buddha, Tian Tan Buddha, the bronze big Buddha near Po Lin Monastery in a cable car? Welcome to Vinu's vlog, Hong Kong Days Day 3, Episode 1. സിൽക്ക ഹോട്ടലിലെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അന്നത്തെ ടൂർ ഗൈഡിനൊപ്പം ഞങ്ങൾ യാത്രയാവാൻ തയ്യാറാവുകയാണ്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. So later I will get the tickets for you. This is a round ticket. A round ticket. You have to use the ticket to come down again. Okay? So this is a round ticket. So. അപ്പോൾ നമ്മൾ ഗോങ്പിങ് കേബിൾ കാറിൽ കയറാനായി ടങ്ചങ് MTR സ്റ്റേഷനിൽ ഇറങ്ങി ഗൈഡിൻ്റെ ഒപ്പം നമ്മളുടെ ഗൈഡിൻ്റെ സഹായത്തോടു കൂടി വരിയൊന്നും നിൽക്കാതെ സ്പെഷ്യൽ ക്യൂവിൽ പോയി കേബിളിൽ കയറാൻ സാധിച്ചു. കേബിളിൻ്റെ ടിക്കറ്റെല്ലാം ഗൈഡ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഗോങ്പിങ് കേബിൾ കാറാണെന്ന് പറയുക, പക്ഷേ സ്പെല്ലിംഗ് ഇൻ ഗോങ്പിങ്. 2 types of കേബിൾ കാറാണ് നമുക്ക് അവൈലബിൾ. ഒന്ന് സ്റ്റാൻഡേർഡ് കേബിൾ കാർ ദാറ്റ് ക്യാരീസ് അപ് ടു 17 passengers and one is crystal cable car with a transport glass floor offering a bird's eye view of Langtua Island. അതായത് ഒരു പക്ഷിയുടെ കണ്ണുകളോടുകൂടി കാണാൻ പറ്റുന്ന 360 ഡിഗ്രി ഗ്ലാസ് ഉള്ള കേബിൾ കാറാണ് രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത്. ഞങ്ങൾ പോയത് സാധാരണ സ്റ്റാൻഡേർഡ് കേബിൾ കാറിലാണ്. ലാങ്റ്റുവ ഐലൻഡിൻ്റെ മനോഹര ദൃശ്യങ്ങൾ, അതായത് കേബിൾ കാറിലൂടെയുള്ള യാത്ര മുഴുവനായി ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നീട്. ലാങ്റ്റുവ ഐലൻഡിലേക്ക് പോകാനായിട്ട് കേബിൾ കാർ മാത്രമല്ല, നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ച് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബസ് നമ്പർ 11 or 23 ഫെറിയിലും പോവാം. അപ്പം നമ്മുടെ കേബിൾ കാർ 1 കിലോമീറ്റർ ഇപ്പുറത്താണ് നിർത്തുക. അതായത് ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത്. അവിടുന്ന് അങ്ങോട്ട് നടക്കണം. മനോഹരമായ ദൃശ്യങ്ങളാണ്. 25 മിനിറ്റ് കേബിൾ കാറിലുള്ള യാത്ര, അതൊരു വിസ്മയം തന്നെയാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് അനുഭവിച്ച് തന്നെ അറിയണം. കടൽ കടന്ന് മലയും കുന്നുകളും ലാങ്റ്റുവ ഐലൻഡിൻ്റെ പൂർണ്ണമായ ദൃശ്യങ്ങളും മൊത്തം കണ്ട് നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബുദ്ധനെ കാണാൻ പോകാം. കേബിൾ കാർ ഇറങ്ങി എൻട്രൻസിലൂടെ പുറത്തോട്ട് വന്നാൽ മനോഹരമായ മുറ്റത്ത് മന്ത്രങ്ങൾ, അതായത് ബുദ്ധ മന്ത്രങ്ങൾ, ലക്ക്, ഹെൽത്ത്, ഫോർച്യൂൺ, സക്സസ്, പ്രോസ്പെറസ്നെസ്, ഓസ്പീഷ്യസ്നെസ്, ഹാപ്പിനെസ്, പീസ്, ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കാണാം. കേബിൾ കാർ ഇറങ്ങി 1 കിലോമീറ്ററോളം ഉള്ള ദൂരത്തിൽ ഹോട്ടൽസ്, ഷോപ്പിങ്ങിനുള്ള ഷോപ്സ്, അങ്ങനെ കുറേ ബസ് സ്റ്റാൻഡ്, പലതരം കാഴ്ചകൾ, സ്റ്റാച്യൂസ് എല്ലാം കാണാം. അപ്പോൾ നമുക്ക് ടിൻ ടാൻ ബുദ്ധനെക്കുറിച്ച് കുറച്ച് നോക്കിയാലോ. വലിയ ബുദ്ധൻ അഥവാ ടിയാൻ ടാൻ ബുദ്ധൻ്റെ ഭവനമാണ് ലാങ്റ്റുവ ദ്വീപ്. അതായത് 34 മീറ്റർ, ഏകദേശം 111.55 അടി ഉയരത്തിൽ എത്തുന്ന വിശാലമായ വെങ്കല ഘടനയാണ് ഇതിനുള്ളത്. ടിയാൻ ടാൻ ബുദ്ധൻ പോലിൻ മോണസ്ട്രിയുടെ പരിസരത്ത് 3 നിലകളുള്ള ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു താമരയിൽ ഇരിക്കുന്നു. ഹോങ്കോങ്ങിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. എന്നാൽ അടുത്തറിയാൻ നിങ്ങൾ 268 പടികൾ കയറണം.
മുകളിലേക്കുള്ള പാത യഥാർത്ഥ പ്രബുദ്ധതയിലേക്കുള്ള ഒരു വിശുദ്ധ തീർത്ഥാടനം പോലെയാണെന്ന് ചിലർ പറയും. ആളുകൾക്ക് ഹോങ്കോങ് ദ്വീപിൻ്റെ മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാനും കൂടി ഇത് സഹായിക്കും. 1993 പൂർത്തിയാക്കിയ ബുദ്ധൻ്റെ ഒരു വലിയ വെങ്കല പ്രതിമയാണ് ബിഗ് ബുദ്ധ. ബീജിങ്ങിലെ സ്വർഗ ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ് പ്രതിമയുടെ അടിസ്ഥാനം. ചൈനയിലെ 5 വലിയ ബുദ്ധപ്രതിമകളിൽ ഒന്നായ ഇത് 3 പ്ലാറ്റ്ഫോമുകളിലുള്ള ബലിപീഠത്തിന് മുകളിൽ താമരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ബുദ്ധന് പൂക്കൾ, ധൂപം, വിളക്ക്, തൈലം, പഴം, സംഗീതം എന്നിവ അർപ്പിക്കുന്ന 6 ദേവന്മാരുടെ വഴിപാട് എന്നറിയപ്പെടുന്ന 6 ചെറിയ വെങ്കല പ്രതിമകൾ ഇതിന് ചുറ്റുമുണ്ട്. ഉദാരത, ധാർമ്മികത, ക്ഷമ, തീക്ഷ്ണത എന്നീ 6 പരിപൂർണതകളെ പ്രതിനിധീകരിക്കുന്നു. ബുദ്ധമതത്തിലെ ജ്ഞാനോദയത്തിന് ആവശ്യമായ ധ്യാനവും ജ്ഞാനവും ഇതിനുണ്ട്. അടിസ്ഥാനം: 34 മീറ്റർ, അതായത് 112 അടി ഉയരമുള്ള പ്രതിമയ്ക്ക് 250 മെട്രിക് ടൺ ഭാരമുണ്ട്. ഇത് 202 വെങ്കല കഷ്ണങ്ങളിൽ നിന്ന് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാഹ്യ ഘടകങ്ങൾക്ക് പുറമെ കനത്ത ഭാരം താങ്ങാൻ ഉള്ളിൽ ശക്തമായ ഒരു സ്റ്റീൽ ചട്ടക്കൂടുണ്ട്. സന്ദർശകർക്ക് ബുദ്ധനിലേക്ക് എത്താൻ 268 പടികൾ കയറുമ്പോൾ, എന്നാൽ വികലാംഗർക്ക് പ്രവേശനം നൽകുന്നതിന് വാഹനങ്ങൾക്കായി വളഞ്ഞുപുളഞ്ഞ ചെറിയ റോഡും സൈഡിലുണ്ട്. ബുദ്ധൻ്റെ വലത് കൈ ഉയർത്തി കഷ്ടതയുടെ നീക്കം പ്രതിനിധീകരിക്കുന്നു. ഇടത് കൈ ഔദാര്യത്തിൻ്റെ ആംഗ്യത്തിൽ അവൻ്റെ മടിയിൽ തുറന്നിരിക്കുന്നു. പ്രതിമയ്ക്ക് താഴെയായി 3 നിലകളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഹാളുകൾ, ബെനവലൻ്റ് മെറിറ്റ്, ഓർമ്മപ്പെടുത്തൽ. ഗൗതമ ബുദ്ധൻ്റെ ഒരു അവശിഷ്ടമാണ് ഉള്ളിലെ ഏറ്റവും പ്രശസ്തമായ സവിശേഷത. അദ്ദേഹത്തിൻ്റെ ദഹിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബുദ്ധന് ഒരു വഴിപാട് വാങ്ങുന്ന സന്ദർശകർക്ക് മാത്രമേ അവശിഷ്ടം കാണാൻ അനുവാദമുള്ളൂ. അത് അവിടെ ഉപേക്ഷിക്കാൻ പ്രവേശിക്കുന്നു. ഷോറൂമിൽ ബുദ്ധന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു കൂറ്റൻ മണിയുണ്ട്. പ്രതിമയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1990 ആരംഭിച്ച ബിഗ് ബുദ്ധയുടെ നിർമ്മാണം 1993 ഡിസംബർ 21 പൂർത്തിയായത്. ഇത് ബുദ്ധൻ്റെ പ്രബുദ്ധതയുടെ ദിവസമായി ചൈന കണക്കാക്കുന്നു. പ്രതിമ പൂർത്തിയായപ്പോൾ ലോകമെമ്പാടുമുള്ള സന്യാസിമാരെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ചൈന, ഹോങ്കോങ്, തായ്വാൻ, ഇന്ത്യ, ജപ്പാൻ, കൊറിയ, തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശിഷ്ട സന്ദർശകരെല്ലാം നടപടിക്രമങ്ങളിൽ പങ്കെടുത്തു. 1999 ഒക്ടോബർ 18 ഹോങ്കോങ് പോസ്റ്റ് ഓഫീസിൽ ലാൻഡ്മാർക്ക് സ്റ്റാമ്പുകളുടെ ഒരു നിശ്ചിത പതിപ്പ് പുറത്തിറക്കി. അതിൽ $2.50 മൂല്യമുള്ള വലിയ ബുദ്ധനെ ചിത്രീകരിച്ചിരിക്കുന്നു. 2012 മെയ് 22 ശാക്യമുനി ബുദ്ധൻ്റെ ജനനം ആഘോഷിക്കുന്ന 5 ഫെസ്റ്റിവൽ സൈറ്റിൻ്റെ $3 മൂല്യത്തിലും ഇത് പ്രദർശിപ്പിച്ചു. ബുദ്ധനെയും ബുദ്ധന് മുമ്പിലുള്ള 6 ദേവന്മാരെയും കണ്ടതിന് ശേഷം താഴെ സ്റ്റെപ്പുകൾ ഇറങ്ങി
ഇനി നമുക്ക് പോവേണ്ടത് പോ ലിൻ മോണസ്ട്രി. പോയാലോ? സ്റ്റെപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞ് താഴെ നിന്ന് ഒരിക്കൽ കൂടി ബുദ്ധനെ വണങ്ങി ഞങ്ങൾ പോ ലിൻ മോണസ്ട്രി നോക്കി പോവുകയാണ്. ഹോങ്കോങ്ങിലെ ലാൻഡോ ദ്വീപിലെ ഗോങ്പിങ് പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധവിഹാരമാണ് പോ ലിൻ മോണസ്ട്രി. ചൈനീസ് മെയിൻലാൻഡിലെ ജിയാങ്സു പ്രവിശ്യയിൽ നിന്ന് സന്ദർശിച്ച 3 സന്യാസിമാരാണ് 1906 ഈ ആശ്രമം സ്ഥാപിച്ചത്. തുടക്കത്തിൽ ദി ബിഗ് ഹട്ട് തായ് മാവോ പങ് എന്നറിയപ്പെട്ടിരുന്നു. 1924 അതിൻ്റെ ഇന്നത്തെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അതായത് പോ ലിൻ മോണസ്ട്രി. പ്രധാന ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രത്തിൽ ബുദ്ധൻ്റെ 3 വെങ്കല പ്രതിമകൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും പ്രതിനിധീകരിക്കുന്നു. കൂടാതെ നിരവധി ബുദ്ധമത ഗ്രന്ഥങ്ങളും ഇവിടെയുണ്ട്. ഗോങ്പിങ് ഗ്രാമവും തുങ്ചുങ്ങിനും ഗോങ്പിങ്ങിനും ഇടയിൽ ഓടുന്ന ഗൊണ്ടോള ലിഫ്റ്റും അടങ്ങുന്ന ഗോങ്പിങ് 360 പോ ലിൻ മോണാസ്ട്രിക്ക് സമീപമാണ് പോ ലിൻ മോണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത്. ബുദ്ധൻ്റെ പ്രധാന ദേവാലയ ഹാൾ, ബോധിസത്വ സ്കന്ധ ഹാൾ എന്നിങ്ങനെ നിരവധി പ്രമുഖ വാസ്തുവിദ്യാ ഘടനകൾ ഈ ആശ്രമത്തിനുണ്ട്. ടിയാൻടാൻ ബുദ്ധ പ്രതിമകൾക്ക് സമീപം മാത്രം വിൽക്കുന്ന തടിവളകൾ നിർമ്മിക്കുന്നതിലും ഈ ആശ്രമം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 1918 ഈ ആശ്രമത്തിൽ നിയമിക്കപ്പെട്ട 3 കന്യാസ്ത്രീകൾ ലാൻഡോവിൻ്റെ ലോവർ ക്യൂങ് കുന്നിൽ, അതായത് ചി ചുക്ലാം എന്ന പേരിൽ ഒരു സ്വകാര്യ കന്യാസ്ത്രീ മഠം സ്ഥാപിച്ചു. കന്യാസ്ത്രീ മഠം കരുണയുടെ ദേവതയായ ഗോനിന് സമർപ്പിച്ചിരുന്നു. 1950കളിൽ 20ഓളം ജൂഷികളും കന്യാസ്ത്രീകളും അവിടെ താമസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രായമായ ഒരു മഠാധിപതി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബുദ്ധൻ്റെ അനുഗ്രഹം വാങ്ങി ആശ്രമത്തിലെ വിവിധ ദൃശ്യങ്ങളും കണ്ട് മടങ്ങാൻ തയ്യാറാവുമ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. അവസാനമായി ബുദ്ധനെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് തിരിച്ചിറങ്ങാൻ തയ്യാറായപ്പോൾ ഒരു സോങ് വിത്ത് ഡാൻസ് ഫംഗ്ഷൻ കണ്ടു.
ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ദ്വീപാണ് ലാൻഡൌ ദ്വീപ് അഥവാ ലാൻഡാവോ ദ്വീപ് അഥവാ ലാൻ താവോ അല്ലെങ്കിൽ ലാൻ ടൗ ഇങ്ങനെയൊക്കെ പറയും. ഭരണപരമായി ലാൻഡൌ ദ്വീപിൻ്റെ ഭൂരിഭാഗവും ഹോങ്കോങ്ങിലെ ദ്വീപുകളുടെ ജില്ലയുടെ ഭാഗമാണ്. ദ്വീപിൻ്റെ ഒരു ചെറിയ വടക്കുകിഴക്കൻ ഭാഗം സുവാൻവാൻ ജില്ലയിലാണ്. യഥാർത്ഥത്തിൽ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ ഒരു ദ്വീപ് ആണ് ഇത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് തങ്ചുങ് ന്യൂ ടൗൺ നിർമ്മിച്ച ലാൻഡൌ ലിങ്ക്, അതായത് 1997 ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പൂർത്തിയാക്കി. 1998 ഹോങ്കോങ് ഡിസ്നിലാൻഡ് 2005 പൂർത്തിയാക്കി. ഗോങ്പിങ് 360 2006. കാലത്ത് 9:50 പുറപ്പെട്ട നമ്മൾ ഇപ്പോൾ ഏകദേശം 2 മണിയോട് അടുത്തു. ഭക്ഷണം കഴിക്കാം. ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ള ഒരു ഹോട്ടൽ കണ്ടെത്തി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. 206 HK ഡോളറാണ് ഈ പിസയ്ക്ക് ആ ബിയറിന് എല്ലാം കൂടെ ചേർത്ത് അവരെടുത്തത്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കേബിൾ കാറിൻ്റെ സമീപത്ത് വന്നു ഒന്ന് റൗണ്ട് അടിച്ച് മടങ്ങാൻ തയ്യാറായി. 3 മണിക്ക് മുമ്പ് അവിടെ എത്തണം. ഞങ്ങളുടെ ടൂർ ഗൈഡ് അവിടുന്ന് കേബിൾ കയറ്റി വിടുന്നതിന് മുമ്പ് ഉപദേശിച്ചിരുന്നു, 3:30 വരെ ഞങ്ങൾ കാക്കും, അതിനുശേഷം വരികയാണെങ്കിൽ നിങ്ങൾ പോകേണ്ടി വരുമെന്ന്. അപ്പോൾ 3:30 മുമ്പായിട്ട് നമ്മൾ എത്തണമല്ലോ. ഇപ്പോൾ സമയം 2:20. ബൈ ബൈ ബുദ്ധ. ബൈ ബൈ. നമുക്ക് ടങ്ചങ്ങിലേക്ക് പോവാം, അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ടങ്ചങ് അത്യാവശ്യം നിറയെ ഷോപ്പിംഗ് കോംപ്ലക്സുകളെല്ലാം ബസ് സ്റ്റാൻഡും എല്ലാം അടങ്ങിയ ഒരു വലിയ പ്രദേശമാണ്. ടൂർ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ടങ്ചങ്ങിലേക്ക് മടങ്ങി ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ വലിയ ക്യൂ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ബുദ്ധനെ കണ്ട് മടങ്ങിയ സന്തോഷത്തിൽ തിരിച്ച് മടങ്ങാം. ബൈ ബൈ. അപ്പോൾ ഹോങ്കോങ് ഡേയ്സിലെ ഡേ 3 മൂന്നാമത്തെ ദിവസം ഈ ഒരു യാത്ര മാത്രമാണ് അവർ നിർദ്ദേശിച്ചത്. പക്ഷേ ഈവനിങ്, അതായത് ഡിസംബർ 31 ആയതുകൊണ്ട് ഞങ്ങളുടേതായ ഓൺ റിസ്കിൽ മെട്രോ ട്രെയിനിലും ഒപ്പം വിക്ടോറിയ ഹാർബറിലേക്കും യാത്രയായി. അവിടെ മ്യൂസിയവും ഒപ്പം ന്യൂ ഇയർ സെലിബ്രേഷനും കണ്ട് രാത്രി 1 മണിക്ക് മടങ്ങി. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡായി കൊണ്ടുപോകാം. താങ്ക്സ് ഫോർ വാച്ചിങ് വിനൂസ് വ്ലോഗ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഞങ്ങളുടെ ടൂറിസ്റ്റ് ബസ് അതാ നിൽക്കുന്നു.